ഇപ്പം മിക്ക വീടുകളിലും കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി BLDC ഫാനുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ BLDC ഫാൻ കംപ്ലൈന്റ് ആയാലും എങ്ങനെ വീട്ടിൽ തന്നെ റിപ്പയർ ചെയ്യാൻ നോക്കിയാലോ? ഇതുപോലത്തെ ഫാനുകൾക്ക് കൂടുതലായിട്ട് കംപ്ലൈന്റ് വരുന്നത് അതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആയിരിക്കും. ഞാനെടുത്ത ഫാൻ കുറച്ച് പഴയതായതുകൊണ്ട് തന്നെ അതിന്റെ ബോർഡെല്ലാം തന്നെ അതിന്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ട് ഫുൾ അഴിച്ചെടുത്താലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അഴിക്കാനാണെങ്കിലും പാടൊന്നുമില്ല. ലീഫെല്ലാം അഴിച്ച് മാറ്റിയ ശേഷം 3 സ്ക്രൂ ലൂസ് ചെയ്താൽ മതി, അഴിഞ്ഞു വരും. ഈ റൗണ്ട് ഷേപ്പിലുള്ള കൂട്ട് ബോർഡ് തപ്പിയാൻ കുറേ നടന്നു. ലാസ്റ്റ് എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ സൈസ് ബോർഡായിരുന്നു. ഈ ബോർഡ് ഞാൻ വാങ്ങിയത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് 530 രൂപയ്ക്കായിരുന്നു. ബോർഡിന്റെ കൂടെ തന്നെ റിമോട്ടും ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിയ ഈ ബോർഡ് ഫാനിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ ടൈപ്പ് അല്ലായിരുന്നു. അതിനുവേണ്ടി സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ഹോളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെ പുറത്തായിട്ടാണ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴുള്ള BLDC ഫാനിന്റെ എല്ലാം ബോർഡ് തന്നെ ഫാനിന്റെ പുറത്താണ്. അതുകൊണ്ട് നമുക്ക് ഫാൻ അഴിക്കാതെ തന്നെ ഈ ബോർഡെല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ബോർഡിന് തന്നെ പല സ്ഥലത്തും പല റേറ്റാണ് വാങ്ങുന്നത്. ചിലയിടത്ത് വില കൂടുതലാണ് ഈ ബോർഡിന്. നമുക്ക് ആദ്യം തന്നെ ഫാനിലുണ്ടായിരുന്ന പഴയ ബോർഡ് നമുക്ക് അഴിച്ചു മാറ്റാം. ഈ ബോർഡ് 2 സ്ക്രൂയിലാണ് ഫാനിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഈ BLDC ഫാനിന്റെ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാനാണെങ്കിലും വളരെ സിമ്പിളാണ്. ആകെ വന്നേക്കണ 5 എണ്ണമാണ്. 5 എണ്ണത്തിൽ 2 എണ്ണം 230 വോൾട്ട് കൊടുക്കാൻ വേണ്ടിയുള്ളതും പിന്നെ 3 എണ്ണം കൊടുക്കാനുള്ള ഫാനിന്റെ മോട്ടറിൽ നിന്ന് തന്നെ അത് അഴിക്കും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം. ഞാൻ വാങ്ങിയ ബോർഡ് ഫാനിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഫാനിന്റെ പുറത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാനിന്റെ മോട്ടറിൽ നിന്ന് തന്നെ 3 വയറുകൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഞാൻ കുറച്ച് നീളത്തിലുള്ള 3 വയറുകൾ എടുത്തിട്ടുണ്ട്. ഈ 3 നിറത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഫാനിന്റെ മോട്ടറിൽ നിന്ന് തന്നെ വയറുകൾ ജോയിന്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ വയറുകളാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് വെക്കണം. 3 വയറുകളും കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്തെടുക്കണം. ഈ സെയിം ടൈപ്പ് ബോർഡ് ഇട്ട് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ തന്നെ ഫിറ്റ് ചെയ്യാറുണ്ട്. ഒരു കഷ്ടപ്പാടും ഇല്ലായിരുന്നു. ഈ ഫാൻ ഓൺ ആകുമ്പോൾ നമ്മൾ ജോയിന്റ് ചെയ്തെടുത്ത വയർ എവിടെയെങ്കിലും ടച്ചായി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി ആ സൈഡിലായിട്ട് നമ്മൾ കേബിൾ ടൈറ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജോയിന്റ് ചെയ്തെടുത്ത 3 വയറുകളും ആ ഹോളിക്കട പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം നമുക്ക് ഫാനിന്റെ മോട്ടറിന്റെ അവിടെ സ്ക്രൂ ചെയ്ത് അടച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫാനിന്റെ മോട്ടറിൽ നിന്ന് വന്ന വയറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഇനി അതിന്റെ കവർ സ്ക്രൂ ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബോർഡിന്റെ ബോക്സ് ഫാനിന്റെ പൈപ്പിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി PVC പൈപ്പ് ചൂടാക്കി ഇതുപോലെ ചെറിയ L ഷേപ്പിൽ 2 ക്ലാമ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബോർഡ് പുറത്ത് വന്ന ഫാനാണ്, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് അത് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബോർഡ് വെക്കണ ബോക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്ലാമ്പ് റിവറ്റ് ഇട്ട് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ബോർഡിൽ നിന്ന് ടച്ച് ആകാതെ സ്ക്രൂ നീളം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വെക്കാൻ പാകത്തിന് ചെയ്യണം. അങ്ങനെ 2 സൈഡിലേയും അതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. ഈ ബോക്സ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത് പൈപ്പിലേക്കാണ്. അപ്പോൾ കറക്റ്റ് ആ ക്ലാമ്പ് ഉണ്ടാക്കിയതിൻ്റെ ഹോളിലേക്ക് വിടാൻ പാകത്തിന് പൈപ്പിലും ഹോൾ ഇട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ചെറിയ സ്ക്രൂവും അതിന് പറ്റിയ നെട്ടുമാണ്. അപ്പോൾ അതിന് പറ്റിയ ചെറിയ ഹോളാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പൈപ്പിലേക്ക് ഹോൾ ഇട്ടെടുക്കാം. ഈ ഹോൾ ഇടുമ്പോൾ പൈപ്പിൻ്റെ ഇരുവശങ്ങളിലും ഒരേ രീതിയിൽ ഹോൾ തന്നെ ടൈപ്പിൽ ഇടണം. അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടി പാടായിരിക്കും. ഈ കാണുന്ന ചെറിയ സ്ക്രൂ ആണ് ഞാൻ അതിലേക്ക് ചെയ്യുന്നത്. നമ്മൾ പൈപ്പിലിട്ട ഹോളിലേക്ക് ബോർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബോക്സ് നമുക്ക് ഉറപ്പിച്ചെടുക്കാം. അത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ച ശേഷം നമുക്ക് ബോക്സിൻ്റെ കവർ പോലെ വന്നോട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ പൈപ്പിലേക്ക് കറക്റ്റായിട്ട് കയറില്ല. കട്ട് ചെയ്ത ശേഷം കറക്റ്റായിട്ട് കയറണില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് കുറച്ച് വലുതാക്കാം. ഈ മോട്ടറിൽ നിന്ന് വന്ന 3 വയറുകളും കറക്റ്റായിട്ട് തന്നെ ബോർഡിലേക്ക് കണക്ട് ചെയ്തെടുക്കണം. ഈ മോഡൽ ബോർഡ് തന്നെ ഉള്ളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളുള്ള ടൈപ്പും ഉണ്ടായിരുന്നു നെറ്റിലൊക്കെ നോക്കിയപ്പോൾ. പക്ഷേ ഞാൻ വാങ്ങിയ ഷോപ്പിൽ അങ്ങനത്തെ ഇല്ലായിരുന്നു. ഈ ഫാനിൻ്റെ ബോർഡ് വാങ്ങാൻ വേണ്ടി ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ ചിലവരൊക്കെ വിൽക്കുന്നത് 700 രൂപയ്ക്കാണ് റിമോട്ടുള്ള ബോർഡ് വിൽക്കുന്നത്. ഇപ്പോൾ വാങ്ങിയ ബോർഡിൽ പിന്നെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള വയറൊക്കെ ഓൾറെഡി വലുതായിരുന്നു. അതുകൊണ്ട് വേറെ എക്സ്ട്രാ വയറൊന്നും ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ ബോർഡ് കറക്റ്റായിട്ട് ബോക്സിലേക്ക് വെച്ച് നമുക്ക് ബോക്സിൻ്റെ മുകളിലത്തെ കവറിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം. ഇങ്ങനെ പിടിപ്പിച്ചപ്പോൾ വേറൊരു പ്രശ്നം പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഫാനിലുണ്ടായിരുന്ന കപ്പ് കറക്റ്റായിട്ട് ഇതിലേക്ക് കയറില്ലായിരുന്നു. പിന്നെ ഫാനിലുണ്ടായിരുന്ന കപ്പ് കുറച്ച് മോഡിഫൈ ചെയ്ത് വലുതാക്കി എടുത്തു. ഇനി പവർ സപ്ലൈ കൊടുക്കാനുള്ള വയറും കൂടെ ഫാനിൻ്റെ ബോർഡിൽ നിന്ന് വന്ന വയറിലേക്ക് കണക്ട് ചെയ്ത് ഇൻസുലേഷൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ പുതിയ ബോർഡ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട്. ഈ റിമോട്ട് നമ്മൾ ഫാനുമായിട്ട് പെയർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. 6 സ്പീഡുള്ള റിമോട്ടായിരുന്നത്. പിന്നെ ഈ ബോർഡിന് ആകെ ഒരു പോരായ്മയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സൗണ്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ 6ാമത്തെ സ്പീഡിലേക്ക് ഇടുവാണെങ്കിൽ 6 പ്രാവശ്യം സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കേട്ടോ.